നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെക്കുറിച്ച് ഇപ്പോഴും വിവരം ലഭ്യമല്ല. നേരത്തെ കന്യാകുമാരിയിൽ കുട്ടിയുണ്ട് എന്നായിരുന്നു സൂചന. പക്ഷേ അത് സംബന്ധിച്ചും വ്യക്തമായ വിവരങ്ങളില്ല. തലക്കെട്ടുകൾ. കഴക്കൂട്ടത്ത് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ 27 മണിക്കൂറായിട്ടും കണ്ടെത്താനായില്ല. കന്യാകുമാരിയിലെ അന്വേഷണം വഴിമുട്ടി. കുട്ടി എത്തിയതിന് തെളിവില്ല. അസം സ്വദേശിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്മയോട് വഴക്കിട്ട്. തെരച്ചിലിൽ നിർണായകമായി ഐലൻഡ് എക്സ്പ്രസിലെ യാത്രക്കാരി എടുത്ത ഫോട്ടോ. രാവിലെ പെൺകുട്ടിയെ കണ്ടെന്ന് കന്യാകുമാരിയിലെ ഓട്ടോക്കാരുടെ മൊഴി. മറ്റേതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്നും സംശയം. നാഗർകോവിലും ഇരണിയിലും കുഴിത്തുറയിലും പരിശോധന. ഓൺലൈൻ ലോൺ കെണിയിൽപ്പെട്ട വീണ്ടും ആത്മഹത്യ. ജീവനൊടുക്കിയത് എറണാകുളം വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതി. നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന ഭീഷണി സന്ദേശങ്ങൾ ഫോണിൽ കണ്ടെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനിയും മിണ്ടാതെ താരസംഘടന. നടപടിയെക്കുറിച്ച് സർക്കാരിനും മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തൃശൂരിൽ അംഗനവാടിയിലേക്ക് പോവുകയായിരുന്ന 3 വയസ്സുകാരൻ മരം വീണു മരിച്ചു. കായംകുളത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും നാശനഷ്ടം. ജസ്നയെ കാണാതായ സംഭവത്തിൽ ജോർജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴിയെടുക്കുന്നു. CBI സംഘം മുണ്ടക്കയം റെസ്റ്റ് ഹൗസിൽ. അന്വേഷണം ജസ്നയെ കണ്ടുവന്ന ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിൽ. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമോ? ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി കന്യാകുമാരിയിലേക്ക് പോയെന്ന സംശയത്തിൽ തെളിവില്ലാതെ പോലീസ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. നിലവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ, ബീച്ച് പരിസരം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അസം സ്വദേശി അൻവർ ഹുസൈൻ്റെ മകൾ തസ്മിത് തംസുദ്ദീനെ ഇന്നലെയാണ് കാണാതായത്. സഹോദരിമാരോട് വഴക്കിട്ടപ്പോൾ ശകാരിച്ചതാണ് തസ്മിതിനെ പ്രകോപിതയാക്കിയതെന്നാണ് മാതാപിതാക്കളുടെ വിശ്വാസം. ഇപ്പോൾ VV വിനോദ് തിരുവനന്തപുരത്തുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഐലൻഡ് എക്സ്പ്രസ്, കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അത്തരം പരിശോധനകൾ, കന്യാകുമാരിയിൽ നിന്നുള്ള ഐലൻഡ് എക്സ്പ്രസ്, അത്തരം പരിശോധനകൾ അവിടെ തുടരുന്നുണ്ട് എന്നും മനസ്സിലാകുന്നു. വിനോദിലേക്ക് പോകണം. വിനോദ്, എന്തെങ്കിലും വിവരങ്ങൾ പരിശോധനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതിയതായി ലഭിക്കുന്നുണ്ടോ? കന്യാകുമാരിയിൽ നിന്നുള്ള രണ്ടാമത്തെ ട്രെയിനാണ് ഇപ്പോൾ എത്തുന്നത്. ഈ ട്രെയിനിലും ാണ് നമുക്ക് നേരത്തെ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. ട്രെയിൻ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടി തിരികെ വീട്ടിലേക്ക് വരാൻ, നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയും ആ നിലയ്ക്ക് തിരുവനന്തപുരത്തേക്കുള്ള ഏതെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്ത് എത്താനുമുള്ള ഒരു സാധ്യത, ഈ സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു പരിശോധനയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ കന്യാകുമാരിയിലേക്ക് പോയ വഴി, അതായത് നെയ്യാറ്റിൻകര കഴിഞ്ഞ് ഉള്ള പ്രധാനപ്പെട്ട 3 സ്റ്റേഷനുകൾ, കുഴിത്തുറയും ഇരണിയിലും അതോടൊപ്പം തന്നെ നാഗർകോവിൽ, ഈ 3 സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടുതൽ വ്യാപകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ കൂടുതൽ അംഗങ്ങൾ അവിടേക്ക് പോകും. അതോടൊപ്പം തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറുടെ മൊഴി ഉണ്ടായിരുന്നു കുട്ടിയെ കണ്ടുവെന്ന നിലയിൽ, പക്ഷെ പുലർച്ചെ കണ്ടുവെന്നതായിരുന്നു മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധന നടത്തിയതും. മൊഴിയിൽ ചില വൈരുദ്ധ്യമുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അത്തരമൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ഒരു സംശയം അവശേഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ തന്നെയും വളരെ പെട്ടെന്നുള്ള ഒരു അന്വേഷണം, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഗോൾഡൻ അവർ എന്ന ഒരു ഘട്ടമുണ്ട് ഈ കേസിൻ്റെ ആദ്യത്തെ സമയം. ആ സമയത്ത് കിട്ടുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഊന്നിയാകണം അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘങ്ങൾ, തമിഴ്നാട് പോലീസും കേരള പോലീസും സംയുക്തമായി ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണം ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നുള്ള ട്രെയിൻ
നിർത്തിയിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തി ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. ഈ ട്രെയിനിൽ ഉണ്ടോ? കഴിഞ്ഞ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ട്രെയിൻ ബാംഗ്ലൂർ പൂനെയിലേക്കുള്ള ട്രെയിനായിരുന്നു. ആ ട്രെയിനിൽ പരിശോധന നടത്തി, എങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. എന്തെങ്കിലും തുമ്പുകളോ സൂചനയോ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് വന്ന ഈ പരിശോധിക്കപ്പെടുന്ന രണ്ടാമത്തെ ട്രെയിനാണ് ഇത്. ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനാണ്. ഒരുപക്ഷെ കുട്ടി വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ ആഗ്രഹിക്കുകയും ആ നിലയ്ക്ക് കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ രണ്ടാമത് ഒരു ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൻ്റെ, അങ്ങനെ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയോ തുമ്പോ ലഭിച്ചിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള, അതായത് കുഴിത്തുറ, അതോടൊപ്പം തന്നെ ഇരണിയൽ, അതിനപ്പുറത്തേക്ക് നാഗർകോവിൽ, ഈ 3 സ്ഥലം കുട്ടി യാത്ര ചെയ്ത് പോയ സ്ഥലമാണ്. ഒരുപക്ഷെ നാഗർകോവിലിനപ്പുറത്തേക്ക് കുട്ടി പോയിട്ടില്ല എന്ന ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വശത്തേക്കും ട്രെയിനുകൾ സഞ്ചരിക്കുന്ന സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള സാധ്യത, പക്ഷേ നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ CCTVയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ CCTV ദൃശ്യങ്ങളിൽ അത്തരം ദൃശ്യങ്ങളോ അത് സംബന്ധിച്ച സൂചനകളോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മുൻപുള്ള സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കുട്ടി ഒരു അരക്ഷിതാവസ്ഥയിലായിരുന്നു എന്നത് നമുക്ക് വ്യക്തമാണ്. ട്രെയിനിനുള്ളിൽ കരയുകയും ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരി ബബിത ചിത്രം പകർത്തുകയുമായിരുന്നു. അതിനർത്ഥം കുട്ടി ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതിൻ്റെ വേദന കുട്ടിയെ അലട്ടുകയോ ചെയ്തിരുന്നു എന്നത് വ്യക്തമാണ്. വളരെ കുറച്ച് തുക മാത്രമാണ്, ഏതാണ്ട് 30 രൂപയോളം മാത്രമാണ് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകാനുള്ളൊരു സാധ്യത അതും വളരെ കുറവാണ്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ കുട്ടി ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടാകും. ഉണ്ടായത് മുതൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഇതിന്റെ 4 ടീമുകളായി പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരിഞ്ഞ് അന്വേഷണം നടക്കുകയാണ്. ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഈശ്വരനെ ചോദിച്ചപ്പോൾ ഈ കാർഡിന്റെ കാര്യത്തിൽ അവർ എടുത്തിട്ടില്ല. അപ്പൊ അതിനകത്ത് ഇനി നമുക്കൊരു നടപടി വേണ്ടേ? ഇങ്ങനെ കുറെ ആളുകൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കില്ല, നിർബന്ധിച്ചാൽ അവരെടുക്കില്ല. നമുക്കില്ല ഒരു ഡ്രൈവ് നടത്തേണ്ടതായിട്ടുണ്ട്, അവരെല്ലാവരും അതിൽ അംഗങ്ങളാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ പല സ്ഥാപനങ്ങളിലും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. അതിഥി തൊഴിലാളികൾക്ക് കാർഡുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. പക്ഷെ അവർക്ക് അതിന്റെ ഗൗരവം ഉണ്ടാവുന്നില്ല. അവർ ഈ കൊണ്ടുവരുന്ന ഇടനിലക്കാരനുണ്ട്, കരാറുകാരൻ, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് ഇവർ കേൾക്കില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടുംബത്തിൽ കുട്ടികളും അമ്മയും തമ്മിൽ നടന്നിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ആ കുട്ടി പെട്ടെന്ന് വികാരം കൊണ്ടുകൊണ്ട് പോയതാണ്. പോലീസ് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട്. ഉയർന്ന ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു പരിമിതിയുള്ളത് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായം കിട്ടുന്നുണ്ടോ? അതോ നമുക്ക് ഇനി ഉന്നതങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടി വരുമോ? അല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ IPS ഓഫീസേഴ്സ് തമിഴ്നാട് IPS ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ അവര് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിതിനകത്ത് സജീവമായിട്ട് ഇടപെടുന്നുവെന്നാണ് നമുക്ക് ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം. മന്ത്രി വി ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇന്നലെ തമ്പാനൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടിയെ കണ്ടുവന്ന് ട്രെയിൻ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയാണ് പോലീസിനെ അറിയിച്ചത്. ട്രെയിനിലിരുന്ന് ഇവർ കരയുന്നത് കണ്ട് ഇവർ കുട്ടിയുടെ ചിത്രം പകർത്തുകയായിരുന്നു. ചിത്രത്തിലുള്ളത് തസ്മിത് തന്നെയാണെന്ന് പിന്നീട് പിതാവ് അൻവർ ഹുസൈൻ തിരിച്ചറിഞ്ഞു. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. നമുക്ക് ആ യാത്രക്കാരിയായിരുന്ന ബബിത അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങൾ തമ്പാനൂരിൽ നിന്ന് ട്രെയിന് കയറി നെയ്ത്തിങ്കരിൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കുട്ടി ഇരിക്കുന്ന ട്രെയിൻ ഇരിക്കുന്ന കണ്ടു, കരയുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് തോന്നി അങ്ങനെ വെച്ചിരുന്നതാണ്.
ലുക്ക് വേഷധാരണം കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി. അങ്ങനെ എടുത്തതോ കരയുന്നുണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ട്രെയിൻ ഇതിനു മുന്നേ ശീലിച്ചിട്ടുണ്ട്, സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ വസ്ത്രധാരണം മാത്രം പെട്ടെന്നെന്തോ ഇറങ്ങി വന്നത് പോലെ തോന്നിയതേ ഉള്ളൂ. അല്ല, നല്ല ധൈര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചേരം കൂടെ കഴിഞ്ഞപ്പോ ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും, സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത്. ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി വന്നതായിരിക്കുമോ, അറിയാവുന്നവരെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും, അങ്ങനെയാണ് എടുത്തത്. എനിക്കറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. കുട്ടി അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല. ഞങ്ങൾ 3 പെൺകുട്ടികൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ മുഖത്തു കൂടി നേരെ നോക്കിയില്ല, അങ്ങനെ ദൂരെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ഒരു സീറ്റ് ഇരുന്നിട്ട് പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതാണ്. പിന്നെ വന്നു അപ്പോ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടു. കൂടെ ഇരുന്ന ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത് അവൾ അവിടെ നിന്നാണ് കയറിയത്, നമ്മുടെ കൂടെ കയറിയ കുട്ടിയാണെന്നാണ് അവള് പറഞ്ഞത്. 40 രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ടിക്കറ്റ് കൂടെ കയ്യിലുണ്ടായിരുന്നു, ബസ്സിന്റെ ടിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു പേപ്പർ കൊണ്ടും പിന്നെ ഒരു 40 രൂപ നല്ല ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു പൈസ. അത് ആ ഫോട്ടോയിലുണ്ട് കറക്റ്റ് ആയിട്ട്. ബാഗ് കയ്യിലുണ്ടായിരുന്നു, പൊടിയൊക്കെ ആയിരുന്നു ബാഗ്. എവിടെയോ വീണിട്ട് എഴുന്നേറ്റ പോലെ ബാഗ് മൊത്തം പൊടിയായിരുന്നു. നോർമലി എക്സ്പ്രസ് വരുന്നത് 12:30-ക്കാണ്, പക്ഷെ അന്ന് വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി. ഒരു മണിയായി തമ്പാനൂർ എത്തിയപ്പോ തന്നെ. പിന്നെ ഒരു 1:30-ക്കിടയിൽ ട്രെയിൻ എടുത്ത് ഞാൻ ഏറ്റിങ്ങി ഇറങ്ങുകയും ചെയ്തു. ഇതിനിടയിലായിരുന്നു കണ്ടത് സംഭവം. ഇവിടെ നല്ല കാറ്റായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യൂട്യൂബിൽ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിലിരുന്ന കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ വിളിച്ചതാണ് പോലീസിനെ. കുമാരിയിൽ വി അരുണുണ്ട്. അരുണ്, CCTV ദൃശ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പരിശോധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടി ട്രെയിനിലുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ ഉണ്ടാവണം, അല്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? പോലീസിന്റെ അന്വേഷണം കന്യാകുമാരിയിൽ ഏതെങ്കിലും വഴിമുട്ടി നിൽക്കുകയാണോ? പോലീസ് അന്വേഷണം കന്യാകുമാരിയിൽ വഴിമുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. CCTV ദൃശ്യങ്ങളുടെ പരിശോധന അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 16 CCTVകളാണ് ഇവിടെ ഉള്ളത്. അതിലേറെ കുറെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞു. ആ പോർട്ടിക്കൂര് CCTVയുടെ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പെൺകുട്ടി കന്യാകുമാരിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് സംഘമുള്ളത്. പക്ഷേ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. എല്ലാ ക്യാമറകളും പരിശോധിച്ച ശേഷം മാത്രം ഇതായി കാണുന്ന മുറിയിലാണ് CCTVയുടെ പരിശോധന നടക്കുന്നത്. കഴക്കൂട്ടം SI അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവർ പറഞ്ഞതനുസരിച്ചാണ് CRPF സംഘം ഈ CCTV പരിശോധിക്കുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും പാറശാല വരെ തസ്മിത്ത് ട്രെയിനിലുണ്ടായിരുന്നു എന്നതിന് സാക്ഷിമൊഴികളുണ്ട്. ബബിത നെയ്യാറ്റിൻകരയിൽ വെച്ച് ചിത്രമെടുത്തു. അതിനുശേഷം അവർക്കൊപ്പം യാത്ര ചെയ്തിരുന്നവർ പാറശാല വരെ തസ്മിത്തിനെ കണ്ടിട്ടുണ്ട്. പാറശാല അവർ ഇറങ്ങുമ്പോഴും കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നീട് കുഴുത്തുറ, ഇരണിയൽ, നാഗർകോവിൽ സ്റ്റേഷനുകളാണ് ബാക്കിയുള്ളത്. അവിടെ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് അവിടേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് കേരള പോലീസിന്റെ സംഘം. തിരുവനന്തപുരം സിറ്റി പോലീസ് അവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിവരം. അവിടുത്തെ CCTV ദൃശ്യങ്ങളും അവിടെയുള്ള ആളുകളോടുമൊക്കെ സംസാരിക്കും, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് സംഘത്തിനുള്ളത്. RPF വളരെ ലാഘവത്തോടു കൂടി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ പ്രവർത്തന രീതി അതാകാം. അവർക്ക് ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഇവിടെ ഇല്ലെങ്കിൽ മറ്റ് സ്റ്റേഷനിൽ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അവർ അത് ചെയ്യുന്നില്ല. പകരം കേരള പോലീസ് തന്നെ, അന്വേഷണ സംഘം അവരാണല്ലോ, അതുകൊണ്ട് അവർ തന്നെ എത്തി പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് RPF സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, കേരള പോലീസ് അന്വേഷണ സംഘം ഈ സ്റ്റേഷനുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അവർ അവിടെ എത്തി ആ ദൃശ്യങ്ങൾ പരിശോധിക്കും. അതാണിപ്പോൾ ഇനിയുള്ള ഒരു പ്രതീക്ഷ. ഇവിടത്തെ CCTV ദൃശ്യങ്ങളുടെ പരിശോധന പൂർത്തിയായ ശേഷവും തസ്മിത്ത് കാണാമറെ തന്നെയെങ്കിൽ പിന്നീട് സ്വാഭാവികമായി പരിശോധന ഉണ്ടാകുക ഈ 3 സ്റ്റേഷനുകളിലാകും. അവിടേക്കും ഉദ്യോഗസ്ഥർ വൈകാതെ പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് ബീച്ച് വശത്തുള്ള പരിശോധനയ്ക്കൊക്കെ നേരത്തെ പോലീസിനെ നിർബന്ധിതരാക്കിയത്. പക്ഷേ ആ മൊഴി പൂർണ്ണമായും തള്ളുകയാണ്. അത് കളവായിരുന്നു, വ്യാജ മൊഴിയായിരുന്നു. ആ ഓട്ടോ ഡ്രൈവറെ കുറിച്ചും ഇവിടെയുള്ള മറ്റു ഡ്രൈവർമാർ വളരെ മോശമായ അഭിപ്രായം, മനഃപൂർവ്വം പോലീസിനെ വഴിതെറ്റിക്കാനും വെറുതെ ഒരു കാര്യം പറഞ്ഞു പോയതിന് അപ്പുറത്തേക്ക് അയാളുടെ മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല, തള്ളിക്കളയുകയാണ് അന്വേഷണ സംഘം ആ മൊഴിയെ. കാരണം ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ എത്തിയത്. ആ 3:30 മുതൽ അടുത്ത ദിവസം ഇന്ന് വെളുപ്പിന് 5:30 മണി വരെ തസ്മിത്ത്, അല്ലെങ്കിൽ 5 മണി വരെ തസ്മിത്ത് ഇവിടെ ഒളിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ കഴിയണം. 5:30 ശേഷം കാണണമെങ്കിൽ സ്വാഭാവികമായും അതാണ് സംഭവിക്കേണ്ടത്. പക്ഷെ അതിനുള്ള സാധ്യത
വളരെ കുറവാണ്. അതുകൊണ്ട് ഓട്ടോ ഡ്രൈവറുടെ മൊഴി പൂർണ്ണമായും തള്ളുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഏറെക്കുറെ ഇവിടെ എത്തിയിട്ടില്ല, നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു സ്ഥിരീകരണമായി അല്ലെങ്കിൽ അതൊരു സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ആ പരിശോധന CCTVയുടെ ബാക്കി പരിശോധന കൂടി നടക്കുകയാണ്. എല്ലാ 16 ക്യാമറകളും പരിശോധിച്ച ശേഷം മാത്രമേ അത്തരമൊരു നിഗമനത്തിലേക്ക് തസ്മിത്ത് കന്യാകുമാരിയിൽ എത്തിയിട്ടില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. ഇപ്പോൾ ഉള്ള ഒരു പ്രാഥമിക നിഗമനം ഇവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. അതായത് ഈ പെൺകുട്ടി എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു സൂചനയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത്രയും സമയം രാവിലെ 7 മണിക്കാണ് കേരളത്തിലെ പോലീസ് സംഘം അവിടെ കന്യാകുമാരിയിലെത്തിയത്. പക്ഷേ അവർക്കൊപ്പം ഇത്രയും 5 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഇപ്പോഴും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലഭിക്കാത്ത തരത്തിലാണ്. അതായത് ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളും ലഭിക്കുന്നില്ല. വിനോദ്, അവിടെ കന്യാകുമാരിയിൽ നിന്നുള്ള വണ്ടി ബാംഗ്ലൂർ എക്സ്പ്രസ് വന്നു കഴിഞ്ഞു. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? രഞ്ജിത്ത്, ശുഭകരമായ ഒരു വിവരവും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. കാരണം രണ്ടാമത്തെ തീവണ്ടി, അതായത് കന്യാകുമാരിയിൽ നിന്നുള്ള രണ്ടാമത്തെ ട്രെയിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുകൂടി കടന്നുപോയത്. കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. പക്ഷേ തസ്മിത്തിനെ കുറിച്ച് ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ ട്രെയിനിലും പോലീസിൻ്റെയും RPFിൻ്റെയും അംഗങ്ങൾ പരിശോധന നടത്തി. ഒരല്പസമയം കൂടുതൽ, സാധാരണ നിലയിൽ ട്രെയിൻ നിർത്തിയിടുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ നിർത്തിയിട്ടിരുന്നു. അത് ഈ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് അങ്ങനെ നിർത്തിയിട്ടിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ കന്യാകുമാരി നാഗർകോവിൽ ഭാഗത്ത് നിന്ന് കുട്ടി ട്രെയിനിൽ കയറിയാൽ TTRമാരുണ്ട്, മറ്റ് യാത്രക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവിടേക്കുള്ള ട്രെയിനുകളിൽ ആണ് കുട്ടി യാത്ര ചെയ്യുന്നതെങ്കിൽ വളരെ മുമ്പ് തന്നെ കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിൽ നിന്നോ പുറപ്പെട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്താനോ സാധിക്കും. തിരുവനന്തപുരം വരെ എത്തുന്നതിന് മുൻപ് തന്നെ കണ്ടെത്താൻ കഴിയും. പക്ഷേ തിരുവനന്തപുരത്തും പരിശോധന, ഇവിടെയുള്ള പോലീസ് സംഘങ്ങളും ഈ ട്രെയിനിനുള്ളിൽ കയറി പരിശോധന നടത്തി. പക്ഷേ അങ്ങനെ പ്രത്യാശ നൽകുന്ന ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 3 സ്റ്റേഷനുകൾ, നാഗർകോവിൽ, എരണിയൽ, കുഴിത്തുറ, ഈ 3 സ്റ്റേഷനുകളുണ്ട്. അത് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സ്റ്റേഷനുകളാണ്. നെയ്യാറ്റിൻകര കഴിഞ്ഞ് ബബിത അവിടെ ഇറങ്ങുകയാണ്. അതിനുശേഷം കുട്ടി ആ ട്രെയിനിലുണ്ടായിരുന്നു. ഏതാണ്ട് പാറശാല ഭാഗം വരെയൊക്കെയും കുട്ടിയെ ട്രെയിനിൽ കണ്ടു എന്ന് പലരും പറയുന്നുണ്ട്. അതിനുശേഷം വലിയ വ്യക്തതയില്ല. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഈ 3 സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഇറങ്ങിയോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ല കന്യാകുമാരിയിൽ എത്തിയെങ്കിൽ കുട്ടി എങ്ങോട്ട് പോയി, ഇതുവരെ CCTV ദൃശ്യങ്ങളിൽ അത് സംബന്ധിച്ച വിവരങ്ങളില്ല. നാഗർകോവിലിൽ ഇറങ്ങിയെങ്കിൽ കുട്ടി ഒരുപക്ഷെ തിരികെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി മറ്റേതെങ്കിലും ട്രെയിനിലേക്ക് കയറിയെങ്കിൽ തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല വരാൻ സാധ്യതയുള്ളത്, അവിടെ നിന്ന് മധുരയിലേക്ക് പോകുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളും നാഗർകോവിലെത്തിയിട്ട് മധുരയിലേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ച് ഈ 13 വയസ്സുകാരി ഒരു ട്രെയിനിൽ കയറിയാലും ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തിക്കൊള്ളണമെന്നില്ല. മധുര ഭാഗത്തേക്ക് പോകാം. മധുര എത്തുന്നതിന് മുൻപ് തന്നെ വലിയ റെയിൽവേ സ്റ്റേഷനുകൾ, പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒരുപക്ഷെ തൻ്റെ സ്ഥലവുമായി സാമ്യം തോന്നുന്ന ഏതെങ്കിലും സ്ഥലത്ത് കുട്ടി ഇറങ്ങാനുള്ളൊരു സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല. ബബിത പറയുന്നത് കുട്ടി ട്രെയിനിൽ കരഞ്ഞുവെന്നാണ്. ഒരു കുട്ടി കരയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഒരു അരക്ഷിത ബോധം കുട്ടിക്ക് അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ്. പക്ഷേ വളരെ ധൈര്യമായി തന്നെയാണ് കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നത്. 40 രൂപ കയ്യിലുണ്ടായിരുന്നു, ബാഗ് ഉണ്ടായിരുന്നു എന്ന് ഈ ചിത്രം പകർത്തിയ ബബിത പറയുമ്പോൾ കരഞ്ഞെങ്കിൽ കൂടിയും വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വരുന്നതാണ്. വീട്ടിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം കുട്ടി എടുത്തിരുന്നു എന്നത് വ്യക്തമല്ല. അതല്ല വീട്ടിലേക്ക് മടങ്ങി ചെല്ലാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ ട്രെയിനിൽ കയറിയാൽ അത് തിരുവനന്തപുരം ഭാഗത്തേക്ക് മാത്രമല്ല സഞ്ചരിച്ചു പോകുന്നത്, അവിടെ നിന്ന് മധുര ഭാഗത്തേക്ക്. അവിടെ 2ആയി വഴി പിരിയുകയാണ്. നാഗർകോവിലിൽ നിന്ന് 2 ട്രാക്കുകളാണ്, ഒന്ന് തിരുവനന്തപുരത്തേക്കും മറ്റൊന്ന് മധുരയിലേക്കും. ആ നിലയ്ക്ക് ട്രാക്കുകൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് കുട്ടി സഞ്ചരിച്ചെത്തണം എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. മാത്രമല്ല മധുരയിലെത്തിയാൽ ഒരുപക്ഷെ അവിടെ നിന്ന് നിരവധി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട്. അത് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക്, രാമേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ഒക്കെയും മധുരയിൽ നിന്ന് ട്രെയിനുകൾ വഴി പിരിഞ്ഞ് പോകുന്നുണ്ട്. മറ്റ് ദീർഘദൂര സർവീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപക്ഷെ ഒരു അന്യസംസ്ഥാനത്തു നിന്നുള്ള കുട്ടിയെ കണ്ടാൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസ്വാഭാവികത തോന്നാനിടയില്ല. കാരണം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അങ്ങനെ ആളുകൾ വന്നിറങ്ങുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിറങ്ങുകയും അവർ പല പല
ചെറിയ ചെറിയ വസ്തുക്കൾ റോഡരികിലൊക്കെ നിന്ന് വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇവിടേക്ക് വരുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി നടന്നു പോയാലും പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസ്വാഭാവികതയോ സംശയമോ തോന്നില്ല. അവിടെയാണ് ഈ കുട്ടി കരഞ്ഞപ്പോൾ ബബിതയ്ക്ക് അതിലൊരു അസ്വാഭാവികത തോന്നുകയും ചിത്രം പകർത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കുട്ടി ആ ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ആ ദൃശ്യങ്ങൾ മാറി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു അന്വേഷണമാണ് വേണ്ടത്. അത് റെയിൽവേ പോലീസിൻ്റെ വലിയ സഹകരണം ഉണ്ടാകേണ്ടതുണ്ട്. കേരള തമിഴ്നാട് പോലീസ് സേനാംഗങ്ങൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുട്ടി എവിടെയാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, നാഗർകോവിലിലോ കന്യാകുമാരിയിലോ കുട്ടി ഇറങ്ങുകയും അവിടെയും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. രാത്രി സമയം ഒരു രാത്രി പിന്നിട്ടു, പുലർച്ചെ കുട്ടിയെ കണ്ടുവെന്നാണ്. പക്ഷേ ആ ഓട്ടോ ഡ്രൈവറുടെ ആ മൊഴി വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി രാത്രികാലങ്ങളിൽ കുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആരുടെയെങ്കിലും കൈകളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എല്ലാ സാധ്യതകളും പരിശോധിച്ച് വളരെ വേഗത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതിൽ സേനാ വിഭാഗങ്ങളുടെ ഏകോപനം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വിഭാഗം മാറി നിൽക്കുന്നത് ഈ സമയത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഏതൊരു കേസിലും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയം കഴിഞ്ഞു പോകുന്നത് തെളിവുകൾ നഷ്ടപ്പെടുന്നതിനും വലിയ അപകടങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഈ സേനാ അംഗങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ഏതായാലും അന്വേഷണം ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബാംഗ്ലൂർ എക്സ്പ്രസ് ഒരുപക്ഷെ തസ്മിത് ഈ ട്രെയിനിൽ കയറി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമോ എന്നുള്ള സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുട്ടി എവിടെ എന്നുള്ളതാണ് 27 മണിക്കൂറായി ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കാതായിട്ട്. 13 വയസ്സുകാരിയാണ്. ഇന്നലെ 9:30-ക്ക് ശേഷമാണ് വീട് വിട്ടിറങ്ങുന്നത്. അമ്മയോട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങുകയായിരുന്നു. അതിനുശേഷം നേരെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറി അവിടെ നമുക്ക് മനസ്സിലാകുന്നത് പാറശാല വരെ അവരെ കണ്ടു. പാറശാലയല്ല, നെയ്യാറ്റിൻകര വരെ അവരെ കണ്ട ദൃക്സാക്ഷിയുണ്ട്. അവർ നൽകിയ ചിത്രമാണ് ഈ പെൺകുട്ടിയുടെ തിരച്ചിൽ നിർണായകമായത്. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം, നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു, എവിടെ ഇറങ്ങി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത കുറവുള്ളത്. ഏതായാലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയാണ്. അങ്ങനെയെങ്കിൽ കുഴിത്തുറയുണ്ട്, പാറശാലയുണ്ട്, അത്തരം ചില സ്റ്റേഷനുകളിൽ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസുള്ളത്. നാഗർകോവിൽ, ഇരണി, കുഴത്തുറ തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷണം പോലീസ് ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. BB അരുൺ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് രണ്ടുപേരിലേക്കും വരാം. ഏതാണ്ട് ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് 13 വയസ്സുകാരിയ തസ്മിത് കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്ന് വീട്ടുകാർ അറിയാതെ വീട് വിട്ട് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തിരിച്ചെത്തിയപ്പോഴാണ് കുട്ടി വീട്ടിലെന്ന് കുടുംബാംഗങ്ങൾ അറിയുന്നത്. തുടർന്ന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസ് സെന്റ് ആന്റണി സ്കൂൾ റോഡിലാണ്. ഈ റോഡിൽ നിന്ന് അകത്തേക്ക് കയറുന്ന വഴിയിലാണ് തസ്മിത് തൻസീം എന്ന 13 വയസ്സുകാരിയുടെ വീട്. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് തസ്മിത് തൻസീം തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് ട്രെയിനിൽ കയറി കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസിൽ കയറി പാറശാല വരെ എത്തിയത് എന്ന സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു യാത്രക്കാരി അവർ കൃത്യമായി ഈ ഒരു സംശയം തോന്നിയാണ് ഈ തസ്മികിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന രീതി കണ്ട് പിണങ്ങിയിറങ്ങിയതാണോ എന്ന സംശയത്തിൽ അവരുടെ ഒരു ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തുന്നു. ആ ദൃശ്യമാണ് പിന്നീട് ഇവർ ട്രെയിനിൽ യാത്ര ചെയ്തു പാറശാല വരെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നതിൽ പോലീസിന് നിർണായകമായി മാറിയത്. പക്ഷേ വ്യാപകമായ പരിശോധന മണിക്കൂറുകൾ കന്യാകുമാരിയിലും അതോടൊപ്പം തന്നെ പാറശാലയിലും അതോടൊപ്പം തന്നെ നാഗർകോവിലുമൊക്കെ നടത്തിയിട്ടും ഇതുവരെ സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരങ്ങളും തസ്മിക് എവിടെ എത്തി എന്ന സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരങ്ങളും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഈ ഇവരുടെ മൂത്ത സഹോദരൻ 19 വയസ്സുണ്ട് വാഹിദ്. അദ്ദേഹം നേരത്തെ ചെന്നൈയിലായിരുന്നു, ഇപ്പോൾ ബംഗളൂരുവിലാണ് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. സ്വാഭാവികമായി ഈ മൂത്ത സഹോദരനുമായി ഇവർക്ക് അടുത്ത ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദം, അങ്ങനെ നല്ല ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ എന്ന സൂചനകളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ വീട്ടിൽ, അതായത് ഈ ബ്ലോക്ക് ഓഫീസിന് സമീപത്തുള്ള വീട്ടിലേക്ക്, പുതിയൊരു വീടാണ്, ഇവിടേക്ക് അവർ എത്തിയിട്ട് 1.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. 1.5 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ. സ്വാഭാവികമായി
1.5 ആഴ്ചത്തെ പരിചയം മാത്രമേ അയൽവാസികൾക്കടക്കം ഈ വീടുമായിട്ട് ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ 2 പേരാണുള്ളത്. അതായത് 2 മക്കൾ ഉണ്ട്, ഇളയ മക്കൾ അവരിപ്പോഴും ഇവിടെ ഉണ്ട്. അവർക്കൊപ്പം മൂത്ത സഹോദരിയെ തസ്മീം. പക്ഷേ ഇതിൽ തസ്മീമിന്റെ മൂത്ത സഹോദരൻ 19കാരൻ ഇവരാണ് അൻവർ ഹുസൈൻ എന്ന ഈ അസം സ്വദേശിയുടെ ആദ്യ ഭാര്യയിലെ 2 മക്കൾ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മറ്റ് 2 മക്കൾ ഇപ്പോഴുള്ള ഭാര്യയിലുള്ളതാണ്. സ്വാഭാവികമായി അതിക്രൂരമായ മർദ്ദനം പല ദിവസങ്ങളിലും ഈ 13കാരിക്ക് ഈ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു എന്ന് അയൽവാസികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ നെഞ്ചത്ത് കൈപ്പത്തി കൊണ്ട് ക്രൂരമായി അടിക്കുക, കല്ല് വെച്ച് എറിയുക, കാലുകൊണ്ട് ഇങ്ങനെ തൊഴിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ ക്രൂരമായ മർദ്ദനം പല അവസരത്തിലും ഈ 13കാരിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ നിലവിളി പലപ്പോഴും ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട് എന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. പക്ഷേ താൻ രണ്ടാനമ്മയല്ല, അവളുടെ അമ്മ തന്നെയാണ് എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ വീട്ടമ്മയോട് ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ 13കാരി ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പല വഴിയിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. ഈ മൂത്ത 19 വയസ്സുകാരനായ ഈ മൂത്ത സഹോദരൻ ഈ ഇവരുമായി ഒരു അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നില്ല. അതിന് കാരണം എന്തായിരുന്നു എന്നതടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നുണ്ട്. സ്വാഭാവികമായി ആ സഹോദരനും തസ്മീഗും സഹോദരന്മാരാണ്, ഒരമ്മയുടെ മക്കളാണ് എന്നാണ് അയൽവാസികൾ പറയുന്നത്. മറ്റ് 2 കുഞ്ഞുങ്ങൾ ഇവിടെയുള്ളവർ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഭാര്യയിലുള്ള മക്കളാണ്. അവരുമായി തസ്മീഗ് കഴിഞ്ഞ ദിവസം വഴക്കെടുത്തു. ആ വഴക്കിട്ടതിനെ ഇവർ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മകളെ അവർ മർദ്ദിക്കുന്നു. ആ മർദ്ദനം ക്രൂരമായ മർദ്ദനമായി മാറുന്നു. അതിൽ മനം നൊന്ത് ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയതാണ് എന്ന പ്രതികരണമാണ് അയൽവാസികളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത് പോലീസ് സംഘമാണ്. ഈ ഘട്ടത്തിൽ ഇവരിൽ നിന്ന് വിശദമായി വിവരങ്ങൾ ചോദിച്ചറിയുക എന്നതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടി സുരക്ഷിതയായി ഉണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക, അതാണ് പോലീസിന്റെ പ്രാഥമികമായ പരിഗണന. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ആ ദിശയിലേക്ക് നീങ്ങിയിരിക്കുന്നതും. 5 അംഗ പോലീസ് സംഘമാണ് കഴക്കൂട്ടത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടാകാമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ അവിടെ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് RPF ഉദ്യോഗസ്ഥർക്ക് ഓട്ടോ ഡ്രൈവർമാർ അടക്കം നൽകിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ബീച്ച് റോഡിലടക്കം വിശദമായ പരിശോധന നടത്തിയിരുന്നു. പുലർച്ചെ 4 മണിക്ക് കുട്ടി അവിടെ കണ്ടുവരുന്ന തരത്തിലായിരുന്നു മൊഴി. പക്ഷേ വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ അത് സാധൂകരിക്കുന്ന തരത്തിൽ വ്യക്തമായ വിവരങ്ങൾ കൈമാറാൻ ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് കഴിയാതെ പോയ പശ്ചാത്തലത്തിൽ ആ മൊഴിക്ക് പിന്നാലെ പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്താമെന്ന നിഗമനത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം സമീപ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചത്. പക്ഷേ ഇതിനോടകം ആ പരിശോധനയിൽ ഒരു ദൃശ്യങ്ങളും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളും ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. ട്രെയിനിൽ പെൺകുട്ടി യാത്ര ചെയ്തിരുന്നു എന്നതിന്റെ നിർണായകമായ തെളിവായി ഈ നെയ്യാറ്റിങ്കര സ്വദേശിനി മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യം അത് തന്നെയാണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു, കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസിൽ അവർ കയറിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ പോലീസിന് ലഭിച്ചത്. ഇവർ നെയ്യാറ്റിൻകരയിൽ ഇറങ്ങിയതിനു ശേഷം പാറശാല വരെ ഈ 13കാരി ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പാറശാലയ്ക്കപ്പുറത്തേക്ക് ഈ പെൺകുട്ടി എവിടെയാണ് ഇറങ്ങിയത്, അതോ ഇനി പാറശാല ഇറങ്ങിയോ, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിശയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ഒന്ന്, ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട്, പിന്നീട് ഇവർ എത്താനിടയുള്ള എല്ലാ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന. അവിടെ നാഗർകോവിൽ, പാറശാല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പരിശോധന നടക്കുന്നുമുണ്ട്. പക്ഷേ കൈവശം 40 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. താൻ കാണുമ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നിലയിൽ 40 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഈ നെയ്യാറ്റിങ്കര സ്വദേശിനിയായ വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടി കൈവശം പണം സൂക്ഷിച്ചിരുന്നു അധികമായി, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി. അതടക്കം കൃത്യമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് സമാന്തരമായ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്ന് വിളിച്ചു വരുത്തി കാര്യങ്ങൾ, ഈ ഒരു മുറിയിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു രാവിലെ. പക്ഷേ കാര്യമായി വ്യക്തമായ വിവരങ്ങൾ കൈമാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. കാരണം ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. അതിനിടയിൽ അവരോട് വിശദമായി ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിനും ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഈ അൻവർ ഹുസൈന് ഈ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 2 ദിശയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 മണിക്കൂർ
പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ഈ 13-കാരിയെ സുരക്ഷിതമായി അടിയന്തരമായി കണ്ടെത്തുക എന്ന ഏറ്റവും ശ്രമകരമായ ഒരു ദൌത്യത്തിൽ കഴക്കൂട്ടത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്ന പോലീസ് സംഘത്തിനൊപ്പം തമിഴ്നാട് പോലീസുണ്ട്, RPF ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ പാറശാല, നാഗർകോവിൽ, കന്യാകുമാരി തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം കുട്ടിയുടെ മൂത്ത സഹോദരൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ബംഗളൂരു, ഇവിടങ്ങളിലേക്കെല്ലാം പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള ഒരാൾ എന്നോടൊപ്പം ചേരുന്നു. താങ്കളുടെ പേര്? അനീഷ്. നിങ്ങൾ എത്ര നാളായി ഇവിടെ? 1.5 വർഷമായി. 1.5 വർഷമായി. ഇവരെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 ആഴ്ചക്കകത്താവും. ഇവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നിങ്ങൾ ഇവരുടെ സാഹചര്യം കാരണം 1.5 ആഴ്ച കൊണ്ട് ഇവർ പുറത്ത്, കുട്ടികളെ മാത്രമേ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഈ കാണാതായ കുട്ടികളും ഇതിന്റെ താഴെ വേറെ 2 കുട്ടികളുണ്ട്. ഇവർ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യും. ഈ കാണാതായ കുട്ടി അങ്ങനെ പുറത്തോട്ട് അധികം വരാറില്ലായിരുന്നു? വരാറുണ്ട്. ഈ ഇവരുടെ ഈ കുട്ടിയുടെ തന്നെ അമ്മയാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ? ഒരു റൂമർ കേൾക്കുന്നുണ്ട്. കാരണം ഇത് അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ എന്നാണ് കേൾക്കുന്നത്. കാരണം ആദ്യ ഭാര്യയിലെ കൊച്ചാണ് ഇപ്പൊ മിസ്സായിട്ടുള്ളത്. അതുപോലെ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ, അത് ആദ്യ ഭാര്യയിലുള്ള. അവർ 2 പേരാണ് ആദ്യ ഭാര്യയിലുള്ളത്. ഇത് 2ാമത്തെ ഭാര്യ. അതായത് ഈ കുട്ടിയുടെ 2ാം അമ്മയാണ് ഈ അൻവർ ഹുസൈനുള്ള ഇപ്പം ഉള്ളത്. അതെ. ഈ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമല്ലോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. കാരണം എന്റെ തൊട്ട അയൽവാസിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു അടി കൊടുത്തിട്ട്. കാരണം അതായത് ഇത് ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ 2 മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്. ഈ ചെറിയ മക്കളും ഇപ്പൊ മിസ്സായ കുട്ടിയായിട്ട് വഴക്കുണ്ടായി. ഈ വലിയ ഇപ്പൊ മിസ്സായ കുട്ടി ഈ താഴത്തെ കുട്ടിയെ അടിച്ചു. അതിന്റെ ദേഷ്യത്തിലാണ് ഈ തള്ള വന്ന് ഈ മൂത്ത കുട്ടിയെ അടിച്ചതും അത് ഇറങ്ങിപ്പോകാൻ കാരണം. അല്ലാതെ മർദ്ദിച്ചിട്ടുണ്ട്? നല്ല രീതിയിൽ മർദ്ദിച്ചെന്നാണ് അയൽവാസി പറഞ്ഞത്. നമ്മൾ കണ്ടില്ല, പക്ഷെ നല്ല രീതിയിൽ മർദ്ദിച്ചെന്നാണ്. കാരണം അത്രത്തോളം വിളി അങ്ങോട്ട് കേട്ടെന്നാണ് പറയുന്നത്. ഭയങ്കര തൊട്ട അയൽവാസിയുണ്ട്. അത്രയും കരച്ചിൽ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ നമ്മൾ ഇതുവരെ കരുതിയിരുന്ന പോലെയല്ല സാഹചര്യങ്ങൾ. കുടുംബവുമായി ബന്ധപ്പെട്ട പോലീസ് ഇങ്ങനെ അന്വേഷണം വിശദമായ തരത്തിലേക്ക് നടത്താനിടയായ സാഹചര്യവും അത് തന്നെയായിരിക്കും. എറണാകുളം മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എറണാകുളം വേങ്ങൂരിൽ ഓൺലൈൻ ലോൺ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു. വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആരതിയുടെ ഫോണിൽ നിന്നും ലോൺ ആപ്പ് മെസ്സേജുകൾ പോലീസ് കണ്ടെത്തി. നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കും എന്നായിരുന്നു ഭീഷണി. പെട്ടെന്നുള്ളൊരു മാനസിക വിദ്വേഷത്തിൽ ചേട്ടൻ്റെ ഫോണിലേക്ക് ഇതുപോലെ നഗ്നചിത്രങ്ങൾ മോപ്പ് ചെയ്ത് അയക്കുക എന്നുള്ള രീതിയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ചെയ്തതെന്നാണ് നമ്മുടെ വിശ്വാസം. ബാങ്കിൽ കിടന്ന കുറച്ച് തുക ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറേ ആളുകളിൽ നിന്ന് ഇത് ചെയ്ത പൈസകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുറത്ത് പറയാൻ മടിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഇതെല്ലാവരും കാണുമ്പോൾ ഇതുപോലെ ഒരു ഓൺലൈൻ തട്ടിപ്പിൽ ആരും ബന്ധപ്പെടാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എല്ലാവരും. ഇതൊരു അനുഭവം തന്നെ എല്ലാവർക്കും ഒരു പാടാവട്ടെ നമ്മൾ വിചാരിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇത് വലിയൊരു തട്ടിപ്പാണ്. ആദ്യം ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു, പിന്നീട് ലോൺ നൽകാമെന്ന് പറഞ്ഞ് അവരെ കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുത്തുന്നു, പിന്നീട് ഭീഷണിയാണ്. ഇത് വലിയൊരു മാഫിയാണ്. ഒരുപാട് നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമാണ്. ഇപ്പോൾ അതുതന്നെയല്ലേ ഈ യുവതിക്ക് സംഭവിച്ചത്? രഞ്ജിത്ത്, തുടക്കത്തിൽ ഈ യുവതി ഓൺലൈൻ ഗെയിം കളിക്കുമായിരുന്നു. അതിൽ നിന്ന് തുടക്കത്തിൽ പൈസ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം കൂടുതൽ തുക ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഉൾപ്പെടെ ആരതി പണം ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടി ചിലവാക്കി. പിന്നീട് പലപ്പോഴായി ഈ അതായത് ഓൺലൈനിലായി ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലപ്പോഴായി കുറച്ചൊക്കെ തുക തിരിച്ചടച്ചുവെങ്കിലും കൂടുതൽ പണം ഇവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പണം തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ മോർഫ് ചെയ്ത് നഗ്ന ചിത്രം ബന്ധുക്കൾക്കും ഈ ആരതിയുടെ കോണ്ടാക്റ്റിലുള്ള മറ്റുള്ളവർക്കും ഭർത്താവിനടക്കം അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്തായാലും പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ ഈ ആരതിയുടെ ഫോണിൽ നിന്നും ഈ ലോൺ നൽകിയ ദാതാക്കൾ അവർ അയച്ച മെസ്സേജുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് മറുപടിയായി ആരതി അയച്ച സന്ദേശവും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത്
ഇത്തരത്തിൽ തന്നെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന മറുപടിയും ആരതി അവർക്ക് നൽകുകയും ചെയ്തു. ഇന്നലെ ഉച്ചയോടുകൂടി ഭർത്താവിനും ആരതിക്കും ഒരേ സമയം തന്നെ ഈ മോർഫ് ചെയ്ത നഗ്നചിത്രം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് വിദേശത്തുള്ള ഭർത്താവ് അനീഷ് ആരതിയെ ഫോണുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ആരതിയെ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു ആരതിയെ അത്യാവശ്യമായി ഭർത്താവിനെ വിളിക്കുന്നതിന് വേണ്ടി. ഈ സമയത്ത് മാതാപിതാക്കൾ മുറിയിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് ആരതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അനീഷ് നാട്ടിലെത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് അനീഷിൽ നിന്ന് മൊഴിയെടുത്തും പിന്നീട് നടത്തിയ പരിശോധനയിലുമാണ് ഓൺലൈൻ ലോൺ എടുത്തതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക്, വലിയൊരു ചതിക്കുഴിയിലേക്ക് ആരതിയെ തള്ളിവിട്ടതെന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വന്ന നമ്പർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു നമ്പറാണെന്ന് പോലീസിന് മനസ്സിലായി. നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ ഓൺലൈൻ ചതിക്കുഴിയിൽ വീഴുമ്പോൾ ഇതാരാണ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ലോൺ എടുത്തത്, ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നത് ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള നമ്പറുകളിൽ നിന്നായിരിക്കും ഇത്തരത്തിൽ ഇവർക്ക് ഭീഷണി വരുന്നത്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും കൂടുതൽ ആരതിയുടെ അക്കൗണ്ടുകളും ഫോണും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. എന്തായാലും ആരതിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. രഞ്ജിത്ത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കൊടിയ ചൂഷണത്തിന്റെ കഥകൾ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 2 ദിവസമാകുമ്പോഴും താരസംഘടനയായ അമ്മയുടെ മൗനം തുടരുന്നു. വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താൻ ഇതുവരെയും സംഘടനയ്ക്കായിട്ടില്ല. അതേസമയം പരാതി നൽകിയാൽ ഏത് ഉന്നതനായാലും നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. ആജ്ഞ, ഇന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അമ്മയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന്. കാരണം അമ്മയുടെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം ഇന്ന് കൊച്ചിയിലുണ്ട്. ഒരു മെഗാ ഷോയുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇതുവരെ അങ്ങനത്തെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം അവർ നമ്മളോട് പറഞ്ഞത് അമ്മയുടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് 20-21 വരെ അവര് തിരക്കിലായിരിക്കും. എന്തായാലും റിപ്പോർട്ട് പഠിച്ച ശേഷം മാത്രമേ ആ കാര്യത്തിൽ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഒരാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മളും അത്തരത്തിൽ, അതായത് ഈ 21-ാം തീയതിക്കുള്ളിൽ നമ്മളും അത്തരത്തിലൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരം. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ അട്രോസിറ്റിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ലൈംഗിക ചൂഷണം മാത്രമല്ല, അതിൽ തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഉൾപ്പെടെ, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന വിവേചനങ്ങൾ ഉൾപ്പെടെ ഇതിൽ പ്രതിപാദിച്ചിരുന്നു. അത് മാത്രമല്ല, ഏതൊക്കെ തരത്തിലാണ് ഈ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു രൂപവും അതിൽ നിന്നും വ്യക്തമായിരുന്നു. പക്ഷേ ഇവിടെ സർക്കാരിനെതിരെ ഈ കാര്യത്തിൽ വിമർശനമുണ്ടാകുന്നു. അതേസമയം മുഖ്യമന്ത്രി ഉറപ്പു തരികയും ചെയ്തിരുന്നു, ഇത് എത്ര ഉന്നതനാണെങ്കിലും ഇത് വ്യക്തമായാൽ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിരുന്നു. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടി, ഇടയ്ക്ക് പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ, അതായത് മാറ്റിയ പേജുകളിലുണ്ട് എന്നൊരു ആരോപണം കൂടി ഉയർന്നിരുന്നെങ്കിലും അതിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ ഈ മൊഴിയെടുത്ത അല്ലെങ്കിൽ മൊഴി നൽകിയത് ഒരു ജസ്റ്റിസിന് മുന്നിലാണ് അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് മുന്നിലാണ്. ജഡ്ജിയുടെ ഏത് സമയത്തും പോക്സോ കേസ് എന്നൊരു സൂചന ഉണ്ടായാൽ പോലും കേൾക്കുന്ന ആൾക്ക് പരാതി കൊടുക്കുകയോ, അതല്ലെങ്കിൽ ഞാനാണ് കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രഞ്ജിത്താണ് കേൾക്കുന്നതെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പോക്സോ പീഡനം ഉണ്ടായി എന്ന് ഒരു ധാരണയുണ്ടായി, വ്യക്തതയുണ്ടായാൽ അവർക്ക് അക്കാര്യത്തിൽ ഉടൻ നടപടിയെടുക്കാം. പക്ഷെ അതൊരു ജഡ്ജിയുടെ മുന്നിലായപ്പോൾ അത്തരത്തിലുള്ള നടപടി, അങ്ങനെ ഒരു മൊഴി വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടി ഉണ്ടായി കണ്ടില്ല. അതിന് ഈ പറയുന്ന ഒരാളുടെയും പരാതിയുടെ ആവശ്യമില്ല. സ്വമേധയാ അത്തരം കാര്യങ്ങളിൽ കേസെടുക്കാവുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ്. ഹേമ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞു എന്ന മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ്. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നല്ല, മറിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് കത്തിൽ പറയുന്നത്. 4.5 വർഷമായി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് നടത്തിയതെന്നും സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. ഹേമ കമ്മീഷൻ വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം
കാപട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മീഷൻ തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നാണ്. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ആ കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് സംഭവം. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ്. എന്താ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം? ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഇതൊരു പുതിയ വിവരമൊന്നുമല്ലല്ലോ. ഈ ലൈംഗിക ചൂഷണ കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് എത്ര വർഷമായിട്ട് ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് വരെ അറിയാലോ. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താറില്ല. ഇപ്പോൾ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിൽ സംഭവം ഉണ്ടായി, ആ ഇരയുടെ പേര് പുറത്തു വന്നോ? എന്തുകൊണ്ടാണ് ഇരകളെ നിർഭയ എന്ന് വിളിക്കുന്നത്? യഥാർത്ഥ പേര് വിവരങ്ങളൊന്നും അവരുടെ ബന്ധുക്കളുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. അത് പുതിയ കാര്യമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി ജോസ് കെ മാണി. ഏത് വമ്പനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക കമ്മിറ്റി വേണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടും പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചുവെന്നും വിവരാവകാശം നൽകരുത് എന്ന് മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശിച്ചുവെന്നും ശോഭ പറഞ്ഞു. പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീകൾ വരണം എന്നൊരു നിർബന്ധവുമില്ല. അതിൽ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഉള്ളത് ആരാണ്? കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, ഒരാൾ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും അടിച്ചമർത്തപ്പെടുന്ന ഒരു മാഫിയ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ക്ലീനായി വ്യക്തമായി ഒരു കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ട സാഹചര്യം ഉണ്ടാകും. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തൃശൂർ വാൽപ്പാറയിൽ കനത്ത കാറ്റിൽ മരം വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. വാൽപ്പാറ ഷേക്കേൽമുടി മുത്തുകുമാരന്റെ മകൻ മുകിലിനാണ് മരിച്ചത്. കുട്ടിയെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരം വീണത്. പലയിടങ്ങളിലും മരം കടപുഴകി വീണു. കോട്ടയത്ത് ശക്തമായ കാറ്റിൽ നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപം മരം കടപുഴകി വീണു. KSRTC ഡിപ്പോ പരിസരത്ത് മരം വീട് ഇരുചക്രവാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. പള്ളം, പുതുപ്പള്ളി, MG യൂണിവേഴ്സിറ്റി, കിടങ്ങൂർ, കുമരകം, ഒളശ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലും മരം കടപുഴകി വീണു. ഒരു ബൈക്ക് കടന്നിട്ടുണ്ട്. രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ രുദ്രാക്ഷ മരം കടപുഴകി വീണു. 40 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ് വീണത്. ഗണപതി കോവിലിനും കൂത്തമ്പലത്തിനും ഇടയിലേക്കാണ് മരം വീണത്. പണിപ്പുര ഭാഗികമായി തകർന്നു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 2 മണിക്കൂറിൽ അധികം ഗതാഗതം തടസ്സപ്പെട്ടു. വനപാലകരും നാട്ടുകാരും ചേർന്ന് റോഡിലേക്ക് വീണ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് മരം വീണത്. കായംകുളത്ത് ശക്തമായ കാറ്റിൽ 2 വീടുകളുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു. വീടിന്റെ മുന്നിൽ കിടന്ന കാറിന്റെ മുകളിലേക്കും മരം വീണു. വൈദ്യുതി പോസ്റ്റും തകർന്നു. കോതമംഗലം കുരൂർ വളവിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറി. മൂന്നാറിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വെളുപ്പിന് 3 മണിയോടെയാണ് സംഭവം. കടയുടെ ഷട്ടർ തകർന്നു. മറ്റൊരു കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും.
ദൗത്യത്തിൽ കോടതി തീരുമാനം നിർണായകമാകും. ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള പ്രാഥമിക പരിശോധന നടത്തിയതായും ഗംഗാവലി പുഴയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയതായും ജില്ലാ ഭരണകൂടം കോടതിയെ അറിയിച്ചു. ജസ്നയെ കണ്ടതായി പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരി രമണിയുടെ മൊഴി CBI രേഖപ്പെടുത്തി. മുണ്ടക്കയം റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ CBI സംഘം മൊഴിയെടുത്തത്. CBIയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിൽ കുറ്റബോധം തോന്നുന്നുവെന്നും ലോഡ്ജ് ജീവനക്കാരി രമണി പറഞ്ഞു. എന്തായാലും മുൻ ജീവനക്കാരിയായ രമണിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തി. ഇന്നലെ ലോഡ്ജ് ഉടമയുടെ മൊഴിയായിരുന്നു CBI രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ പോലെ തന്നെ മുണ്ടക്കയം PWD റെസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം CBI വിശദമായി ഇവരെ കേട്ടു, മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ അന്വേഷണം തുടരുമെന്നാണ് CBI വ്യക്തമാക്കുന്നത്. രമണി പറയുന്നത് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും CBIയോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഈ വെളിപ്പെടുത്തലൊരു വൈകിയതിൽ തനിക്ക് കുറ്റബോധമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സാഹചര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൊഴി നൽകാൻ കാരണം ലോഡ്ജ് ഉടമയുമായിട്ടുള്ള ഒരു വൈരാഗ്യം കാരണമാണ്, വ്യക്തിവിരോധം കാരണമാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും CBI ഇതെല്ലാം കേട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ അത് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ വളരെ പഴയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് CCTVകളും കുറവായിരുന്നു, ഏതാണ്ട് 2017-18 തുടർന്നുള്ള അന്വേഷണ കാലയളവിലൊക്കെ. അതുകൊണ്ട് തന്നെ എത്രത്തോളം തെളിവ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സംശയം CBIക്കുണ്ട്. മാത്രമല്ല ജസ്നയുടെ പിതാവടക്കം ഇത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമായി കൂടിയാണ് കാണുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുക, ഇതിലെന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന ഒരു അന്വേഷണത്തിൽ തന്നെയാണ് CBI സംഘമുള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയവരുടെ അവസ്ഥ വിവരിച്ച് കൗൺസിലിംഗ് നടത്തുന്നവർ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പലരും മുക്തരായിട്ടില്ലെന്ന് മേപ്പാടി ക്യാമ്പിലെ കൗൺസിലർമാർ പറയുന്നു. സ്വന്തം കുഞ്ഞ് കൺമുൻപിൽ ഒഴുകിപ്പോയ അവസ്ഥയൊക്കെയാണ് പലരും പറഞ്ഞതെന്നും കൗൺസിലർമാർ പറഞ്ഞു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവർക്കിപ്പോഴും ആ 30-ാം തീയതിയിലെ പാതിര സമയം ഓർക്കാൻ പോലും കഴിയുന്നില്ല. അവർ പലതും ഇപ്പോൾ തുറന്നു പറയുന്നു. പലരും സാധാരണ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങിയിട്ടില്ല. എന്തായാലും അവരെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ആ ടീം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അവർ ആ 30-ാം തീയതിക്ക് ശേഷം, ആ 30-ാം തീയതി പാതിര ഒരു 1:30-ക്ക് ശേഷം ആണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നത്. സാധാരണ ജീവിതത്തിലേക്ക് പലരും തിരിച്ചെത്തിയിട്ടുമില്ല. എന്താണ് നിങ്ങളുടെ കൗൺസിലിങ്ങിലൂടെ മനസ്സിലാകുന്നത് അവരുടെ ജീവിതം? അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ രാത്രിയിൽ ഒരു എന്താ പറയുക സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ഫാമിലി പെട്ടെന്നാണ്, നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെയാണല്ലോ ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഉരുൾപൊട്ടുന്നു. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ആകെ പാനിക്കായി പോകുന്നു. അപ്പോൾ ഒരമ്മ നമ്മളോട് പങ്കുവച്ചത് അവർക്കൊരു 3 മക്കളാണുള്ളത്. അപ്പോൾ അവരെ ഇളയ മോൻ അവരെ കൺമുന്നിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അമ്മ പാനിക്കായി ആകെ ഷോക്കായി. ഇപ്പോൾ അച്ഛനാണെങ്കിൻ്റെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഇളയ മോളാണ് ഈ മകനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ മകൻ രക്ഷപ്പെടുത്തുന്നു. പിന്നെ ആ ട്രോമയിലൂടെ അവർ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ ഒരു സാധാരണ സ്റ്റേറ്റിലോട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ രാത്രി ഉറങ്ങാൻ പോവുകയൊക്കെ ആയിരുന്നു, ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങാൻ പോകുമ്പം എന്തോ ഭയങ്കര ഒച്ച കേട്ടു. ഒരു വെള്ളം വരുന്നതല്ല, മരം വീഴുന്നതല്ല, എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരൊച്ച. അപ്പോൾ അവർ പറഞ്ഞത് ലോകം അവസാനിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു അവർ നിന്നിരുന്നത്. ഇനി ആരും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിൽ അവർ പറഞ്ഞത്. അത്രയും ശബ്ദത്തിൽ എന്തൊക്കെയോ വരുമ്പം മക്കളെയും ഭാര്യനെയൊക്കെ ഇട്ടിട്ട് അവർ പുറത്തേക്ക് പോയി നോക്കി. ആദ്യത്തെ ശബ്ദം വന്നപ്പോൾ പുറത്തേക്ക് പോയി നോക്കിയപ്പം നാടില്ല, അവരെ നാട് മാത്രമല്ല. അവർക്കത് കാണാൻ കഴിയുന്നത് ഫുൾ ചെളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കിയപ്പം, അങ്ങാടി ഭാഗത്തേക്ക് പോയി നോക്കിയപ്പം അവിടെ ഒന്നുമില്ല. ആളുകൾ കരയുന്ന ഒച്ച ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, ഒക്കെ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമായിട്ടാണ് നിന്നിരുന്നത്. നമ്മളിവിടെ അന്ന് തൊട്ടുണ്ട്, ഇവിടെ 31-ാം തീയതി തൊട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അന്ന് വന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഫുൾ കരച്ചിലും ബഹളവും, ആരോടും മിണ്ടില്ല, ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മളോടാണെങ്കിലും സംസാരിക്കാനായിട്ട് തുടങ്ങിയത്.
അപ്പോൾ സംസാരിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവരോട് എന്താണ് അനുഭവം അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, ഇതുവരെ നമ്മൾ ചോദിച്ചില്ല. പക്ഷെ അവർ നമ്മളോട് ചില സമയത്ത് അവരുടെ സങ്കടങ്ങൾ പറയാൻ കേട്ടിരിക്കാൻ അവർക്ക് ആളെയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിരുന്ന് അവരോട് സംസാരിക്കും, നമ്മൾ സപ്പോർട്ടീവായിട്ട് അവരോട് സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പം അവർ കുറേ റിലാക്സ് ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട്. അവരുടെ സങ്കടങ്ങളും ചിലപ്പോൾ അന്നത്തെ അനുഭവങ്ങളും അവരുടെ ബന്ധുക്കളും അയൽവക്കക്കാരും എല്ലാം പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് സംസാരിക്കും, നമ്മൾ അവർ കേട്ടിരിക്കുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു. ആളുകൾ വെപ്രാളത്തിനിടയിൽ ഓടുമ്പോൾ അവർക്ക് ഒരുപാട് ഫിസിക്കൽ ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൈയൊടിയുക, കാലൊടിയുക, ഊരയ്ക്ക് കംപ്ലൈൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ വേദനകൾ പങ്കുവെക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വെപ്രാളത്തിനിടയിൽ അവർക്ക് പറ്റിയ ഫ്രാക്ചർ കൊണ്ട് പിന്നീട് എണീക്കാൻ പോലും പറ്റാതെ, ബാത്റൂമിൽ പോകാൻ പറ്റാതെ കിടക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അവരുടെ മക്കൾ, ഇപ്പോൾ ഇവിടെയുള്ള ഒരു സ്ത്രീക്ക് 3 മക്കളാണ്. അപ്പോൾ ആ 3 മക്കളും പല ദിവസങ്ങളും ഉറങ്ങിയിട്ടില്ല, എനിക്കും അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവർ പറയുന്നുണ്ട്. അപ്പം അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ആയാലും ഇപ്പോൾ ഇമോഷണലി അവർ ഒരുപാട് ഡൗൺ ആയ സ്റ്റേജുകളായാലും ഇപ്പോൾ അവർക്ക് പങ്കുവെക്കാൻ ഒരാൾ അല്ലെങ്കിൽ അവരെ കേട്ടിരിക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് അവരെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആളുകൾക്ക് ആ ഒരു 30-ാം തീയതിയിലേക്ക് ഒരു യൂട്ടേൺ എടുക്കാൻ എന്തായാലും ഈ രക്ഷപ്പെട്ട ആളുകൾക്ക് താല്പര്യമില്ല. അവർ പുതിയൊരു ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പലപ്പോഴും ഈ കൗൺസിലർമാരോട് മാത്രമാണ് അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയും. നമുക്കൊരു അടുത്ത സുഹൃത്തിനോട് പറയുന്ന പോലെ പറയാൻ കഴിയും. ആ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ മേപ്പാടി ക്യാമ്പിലുള്ള കൗൺസിലർമാർ പങ്കുവച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ടിലെ ജനവാസ മേഖലയിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് 43 കുടുംബങ്ങൾ. കട്ടപ്പന വില്ലേജിൽ താമസിച്ചു വന്നിരുന്ന കുടുംബങ്ങളാണ് പ്രയാസത്തിലായത്. റവന്യൂ വകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നു. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 60-ൽ സർവേ നമ്പർ 19-ൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കറോളം വരുന്ന റവന്യൂ പുറമ്പോക്കിൽ ബോർഡ് സ്ഥാപിച്ചതാണ് ഇവിടുത്തുകാരുടെ ആശങ്കയ്ക്ക് കാരണം. ഇവിടെ താമസിക്കുന്ന 43 കുടുംബങ്ങളെ ഇറക്കിവിട്ട് പ്രദേശം റിസർവ് വനമാക്കി മാറ്റാനാണ് നീക്കമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. വിധവയാ ഞാൻ കരവടച്ചോണ്ടിരിക്കുന്നത്, ഇത് പുറമ്പോക്കാന്നും പറഞ്ഞ് ഞാൻ കരവടക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോൾ എത്ര അതേ ആ കാർഡിലേക്ക് ഇരിപ്പുണ്ട്. കരവടച്ച രസീതും പിന്നെ പിണറായിക്ക് ഞാൻ പെരയുടെ ഫോട്ടോയും പട്ടയത്തിനെല്ലാം കൊടുത്ത രസീത് ആ പുള്ളിക്കാരൻ്റെ ഇരിപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു പട്ടയവും ഇല്ല, പിന്നെ പെരയും ഇല്ല, വലുതാ കിട്ടിയ ഞാൻ കിടക്കുന്നത്. പട്ടയം കിട്ടാൻ അർഹതയുള്ള ഭൂമി ഇതുവരെയും നമുക്ക് അതിന് പട്ടയത്തിന് ആർക്കും അനുവദിച്ചൊന്നും കൊടുത്തിട്ടില്ല. കല്യാണത്തണ്ടിൽ 17, 18, 19 സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് അധികൃതർ പറയുന്നു. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ വകുപ്പും ജനപ്രതിനിധികളും വാഗ്ദാനം നൽകിയതോടൊപ്പം ഭൂമി സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 1978 ഞാൻ 1800 രൂപയ്ക്ക് മേടിച്ച ഭൂമിയിലാണ് താമസിക്കുന്നത്. അത് ഈ റോഡ് വെട്ടാൻ കുറേ റോഡും വെട്ടി ബാക്കിയുള്ള ചുമ്മാ കിടക്കുക. റോഡ് പറമ്പിന് 3 പേര് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പകുതി പോലും പണി നടക്കുന്നുമില്ല. പട്ടയം ലഭിക്കാത്തതിനാൽ വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് നഗരസഭ അനുവദിച്ച വീടുകൾ നിർമ്മിക്കാനും കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ട് ഇനിയും എങ്ങോട്ട് പോകുമെന്നാണ് ഈ കുടുംബങ്ങളുടെ ചോദ്യം. പട്ടയം നൽകുമെന്ന വാഗ്ദാനം ലംഘിച്ച് കുടിയിറക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. കേരള പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളന ഉദ്ഘാടനത്തിൽ മലപ്പുറം SP ശശിധരൻ IPSനെതിരെ PV അൻവർ നടത്തിയ അധിക്ഷേപത്തിൽ പോലീസ് സേനയിൽ വിമർശനം കടുക്കുന്നു. നയങ്ങൾക്കും നടപടികൾക്കും എതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് പുറമെ SPയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതാണ് പോലീസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കുന്ന സ്ഥലം മാറ്റവും അതിനെ ന്യായീകരിച്ചുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണങ്ങളും ക്വാട്ടത് കേൾക്കാൻ വേണ്ടി പെറ്റി കേസുകൾ എടുക്കുന്നതും ചെങ്കല്ല് വണ്ടികളും മണ്ണ് ലോറികളും പിടികൂടുന്നത് കർശനമാക്കിയതുമെല്ലാമാണ് PV അൻവർ MLA പോലീസിനെ വിമർശിക്കാൻ ഉപയോഗിച്ച പ്രധാന ആക്ഷേപങ്ങൾ. കല്ലും മണ്ണും പോലീസ് വ്യാപകമായി പിടിക്കാൻ തുടങ്ങിയതോടെ ഇവയുടെ വില ഇരട്ടിയിലധികമായി. ഇതെല്ലാം വീട് പണിയുന്ന സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കി. ക്വാട്ടത് കേൾക്കാൻ പെറ്റി കേസുകളുടെ എണ്ണം പോലീസ് കൂട്ടുന്നതിനെതിരെ മുൻപേ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം നയപരമായ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വിമർശിച്ച MLA പക്ഷേ ഒരു പടി കൂടി കടന്ന് SPയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയ്ക്കാണ് പ്രസംഗിച്ചത്. മനഃപൂർവ്വം കാത്തു നിർത്തിയെന്ന വിമർശനം അതുകൊണ്ട് തന്നെ പോലീസ് സേന അധിക്ഷേപമായാണ് കാണുന്നത്. തന്റെ പാർക്കിലെ റോപ്പ് വേയുടെ ലക്ഷങ്ങൾ മൂല്യമുള്ള വസ്തുക്കൾ മോഷണം പോയ സംഭവത്തിൽ പോലീസ് നടപടി ഇഴയുന്നതും MLAയെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ ആ വിവരങ്ങൾ പറയുന്നതിനൊപ്പം
ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി സിം കാർഡുകൾ സംഘടിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ സംഘത്തെ പിടികൂടിയതിനെ പരിഹസിക്കുക കൂടിയാണ് MLA ചെയ്തത്. ഇതും പോലീസിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കേസ് കോട്ട, സ്ഥലം മാറ്റം, ജോലി സമ്മർദ്ദം തുടങ്ങി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഗൗരവത്തിലുന്നയിക്കുന്ന പല പ്രശ്നങ്ങളും MLA പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ SP-ക്കെതിരെ വ്യക്തിപരമായി നടത്തിയ അധിക്ഷേപം അംഗീകരിക്കാനാകില്ലെന്ന് തുറന്നു പറയുകയാണ് ഉദ്യോഗസ്ഥർ. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ജില്ലാ പോലീസ് മേധാവി എന്ന നിലയിൽ കർശന നിലപാട് സ്വീകരിക്കുന്ന ഇതുവരെ വിവാദങ്ങളിൽ ഉൾപ്പെടാത്ത S. ശശിധരനെതിരെ MLA നടത്തിയ അധിക്ഷേപം അതുകൊണ്ട് തന്നെ പോലീസ് സേന വളരെ ഗൗരവത്തിലാണ് എടുക്കുന്നത്. ജില്ലയിലെ എല്ലാ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അൻവർ നടത്തിയ അധിക്ഷേപം സേനയുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്തതായാണ് പലരും വിലയിരുത്തുന്നത്. അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ ചടങ്ങിന് ആശംസയർപ്പിച്ച് വേദി വിട്ട SP-യുടെ നടപടി തികച്ചും അനുയോജ്യമായി എന്നും ഇവർ വിലയിരുത്തുന്നു. ഇതാദ്യമായല്ല PV അൻവർ MLA സർവീസ് തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി കൊമ്പുകോർക്കുന്നത്. മുൻപ് മലപ്പുറം കളക്ടറായിരുന്ന ജാഫർ മാലിക്കിനെതിരെയും PV അൻവർ MLA ഇത്തരത്തിൽ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. വിവാദ പ്രസംഗത്തിന് ശേഷവും PV അൻവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് SP S. ശശിധരൻ. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശ്രീനന്ദ് ശർമ്മലിനുള്ള ആദരവും കോട്ടയം ജില്ലാ പോലീസ് ചീഫ് K. കാർത്തിക് IPS-ലുള്ള യാത്രയയപ്പ് സമ്മേളനവും കോട്ടയം സിറ്റിസൺസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മാന്നാനം KE സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ മികവിന് മാന്നാനം KE സ്കൂളിലും പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിനെയും ചടങ്ങിൽ അനുമോദിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച യോഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. K. കാർത്തിക് IPS, KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6710, പവന് 53,680. ഗ്രാമിന് 18 ക്യാരറ്റ് 5550, പവന് 44,400. സ്വർണം 18 ക്യാരറ്റ് വെള്ളി ഗ്രാം 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.